ഹായ് എവ്രിബഡി. ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷനും ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺവെൻഷണൽ മെത്തേഡ് ആയിട്ടുള്ള യൂണിറ്ററി മെത്തേഡ് അല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾ 3 സ്റ്റെപ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസ് വിത്തിൻ 5 to 6 സെക്കൻഡ്സ് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും, ശ്രദ്ധിച്ചു കാണുക. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ആണ് നോക്കിക്കാണാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ടാവും. പക്ഷേ ആ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ബാലൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ആ റിയാക്ഷൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസിൽ. നോക്കുക, ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ജനറൽ ആയിട്ട് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇനി 3 സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെയാണ്, ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. വളരെ എളുപ്പമാണ് അല്ലേ? ഇനി കൺവേർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കൺവേർട്ട് ഗിവൺ ഇൻഫർമേഷൻ ടു മോൾ. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 10 gram ഓഫ് ഹൈഡ്രജൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗിവൺ ഇൻഫർമേഷൻ എന്താണ്? 10 gram ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? മോളിലേക്ക് കൺവേർട്ട് ചെയ്യുക. എളുപ്പമുള്ള സ്റ്റെപ്പ് അല്ലേ? യെസ്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്? pH 5 എത്രത്തോളം ഫോം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മോൾ ഓഫ് എ കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് എ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇനി സി ആണ് കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ഓഫ് സി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മോൾ ഓഫ് സി ബൈ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് സി കൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അതേപോലെ ഇനി ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇൻ കേസ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തോളും. നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോസ്ഫറസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആൻഡ് ഫോംസ് വോട്ട് pH 5. നോക്കൂ, എന്താണ്? ബാലൻസ്ഡ് ആണോ കെമിക്കൽ റിയാക്ഷൻ? യെസ്, ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ബാലൻസ്ഡ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്. ഇനി ഗിവൺ ഇൻഫർമേഷൻ എന്താണ്? 10 gram ഹൈഡ്രജൻ ആണ് അല്ലേ? ഗിവൺ ഇൻഫർമേഷൻ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ ഇപ്പോൾ മാത്രം ഞാൻ എന്ത് ചെയ്തു തരാം? എഴുതി തരാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മുടെ പാർട്ട് 1 ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ 10/2 എത്ര വരും? 5 moles എന്ന് നമുക്ക് കിട്ടും അല്ലേ? 5 moles എന്ന് നമുക്ക് കിട്ടി. സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? ഇവിടെ ഹൈഡ്രജന്റെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇതെന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 5 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രജൻ എത്ര വരും? നമുക്ക് പറയും. ഇത് 5 ആണ്. ഇതെത്രയാണ്? സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഷ്യോ എന്ത് കിട്ടും? 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? എന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ഓഫ് pH 5 ഫോംഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ്, നമുക്ക് ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രജൻ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഓഫ് pH 5 ഡിവൈഡഡ് ബൈ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് pH 5 കൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ്? 1. ഇത് നമ്മൾ ഓൾറെഡി പിന്നെയും കണ്ടുപിടിക്കണോ? വേണ്ട, 1. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് pH 5 ഡിവൈഡഡ് ബൈ എന്താണ്? 2 അല്ലേ? 2 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ത് കിട്ടും നമുക്ക്? നമ്പർ ഓഫ് മോൾസ് ഓഫ് pH 5 എന്ത് കിട്ടും? 2 moles എന്ന് നമുക്ക് കിട്ടും അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് pH 5 എന്താണ്? 2 moles എന്ന് നമുക്ക് കിട്ടും. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണോ? അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് pH 5 എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 into മോളിക്കുലാർ വെയിറ്റ്. മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 31 ആണ്. ഹൈഡ്രജന്റെ എത്രയാണ്? 5 ആണ്. സോ മോളിക്കുലാർ വെയിറ്റ് എന്നുള്ളത് എനിക്ക് എന്ത് എഴുതാം? 36 എന്ന് എഴുതാം. 36 എന്ന് എഴുതാം. ഇതെന്ത് കിട്ടി നമുക്ക്? 72 gram എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ 120 gram ഓഫ് കാർബൺ ആണ് അല്ലേ, ഈസ് ബേൺഡ് കംപ്ലീറ്റ്ലി ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്തിരിക്കുകയാണ്. ദെൻ കാൽക്കുലേറ്റ് ദി
amount of oxygen required in kilogram എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്തായിരിക്കും? CO2 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താണ് അടുത്തത്? കൺവേർട്ട് ദി ഗിവൺ ഇൻഫർമേഷൻ ടു മോൾ. 120 ഗ്രാം ആണല്ലേ? അപ്പൊ മോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഇസ് 10. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എന്താണ്? 10 അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആണ്. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എത്രയാണ്? 10/1. 10 എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇക്വേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ഓഫ് എന്ത് വരും? ഓക്സിജൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പറ്റത്തില്ലേ? ഇനി ഇത് ഇക്വേറ്റ് ചെയ്താൽ പോരെ? നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ഓഫ് കാർബൺ എത്രയാണ്? 10 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 10 is equal to number of moles of oxygen by stoichiometric coefficient എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? 32. അതായത് 10 ഇൻറ്റു 32 അതായത് 320 ഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാമിലാണ്. കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 0.32 കിലോഗ്രാം എന്ന് നമുക്ക് വരും അല്ലെ? 0.32 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫോർ ദ കംപ്ലീറ്റ് കൺബഷൻ ഓഫ് 2.8 കിലോഗ്രാം ഓഫ് എത്തിലീൻ. എന്താണ് എത്തിലീൻ? നോക്കൂ, C2H4 അല്ലെ? CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എത്തിലീൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? സിംപ്ലി എനിക്ക് എന്ത് എഴുതാം? C2H4 എന്ന് എഴുതിക്കൂടെ? യെസ്, ദിസ് ഇസ് ആക്ച്വലി എത്തിലീൻ. എത്തിലീൻ്റെ കമ്പഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജൻ ഗിവ്സ് എന്തൊക്കെ തരും? ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ വിൽ ഗിവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കോളൂ, ദാ ഹൈഡ്രോ കാർബണിന്റെ ജനറൽ കമ്പഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ഇക്വേഷൻ. CxHy പ്ലസ് x plus y by 4 O2 gives x CO2 plus y by 2 H2O. ഇത് നിങ്ങൾക്ക് ആരും തരത്തില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. വൈൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 2 plus 4/4 എത്ര വരും? 1. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി 3 ഓക്സിജൻ എന്ന് എനിക്ക് എഴുതാം അല്ലേ? ഇനി ഇവിടെ എന്തായിരിക്കും? 2 CO2 പ്ലസ് y/2 എത്രയായിരിക്കും? 2H2 എന്ന് എനിക്ക് എഴുതാം. എൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൺവേർട്ട് ദ ഗിവൺ ഇൻഫർമേഷൻ ടു മോൾ. നോക്കൂ, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? 2.8 കിലോഗ്രാം ഓഫ് എത്തിലീൻ ആണ് അല്ലേ? അപ്പോൾ എത്തിലീൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, എത്തിലീൻ്റെ നമ്പർ ഓഫ് മോൾസ് 2.8 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 2800 ഗ്രാംസ് എന്ന് വരും. ഇനി എത്തിലീൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? ഇത് 28 ആണ്. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 28 ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ 28 അങ്ങനെയാണെങ്കിൽ 100 മോൾസ് എന്ന് വരും അല്ലേ? 100 മോൾസ് എന്ന് എനിക്ക് കിട്ടി. ഇനി എന്താ? നമുക്ക് ഓക്സിജൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്താൽ പോരെ? യെസ്, നോക്കൂ, ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതായത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എത്ര കിട്ടി? 100/1 അല്ലേ? 1 തന്നെയാണ് ഇവിടെ. എന്താണ്? 1 തന്നെയാണ് നമ്മളുടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ്. അപ്പോൾ 100 കിട്ടി. ഇനി ഇതുമായിട്ട് ആരെ ഇക്വേറ്റ് ചെയ്യണം? ഓക്സിജനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 100 is equal to number of moles of oxygen divided by stoichiometric coefficient of എന്താണ്? ഓക്സിജൻ. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 3 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ എന്ത് കിട്ടും? ഓക്സിജൻ്റെ മോൾ എത്രയാണ്? 300 മോൾസ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ഓക്സിജൻ അല്ലേ? വെയിറ്റ് ഓഫ് ഓക്സിജൻ വരുന്നത് 300 × 32 ആയിരിക്കും അല്ലേ? അതായത് 9600 ഗ്രാംസ് എന്ന് നമുക്ക് കിട്ടും. നമ്മളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിലാണ്? ഗ്രാംസിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ? 9.6 കിലോഗ്രാം. ഗ്രാമിലല്ല ചോദിച്ചിരിക്കുന്നത്,
കിലോഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ എന്താണ്? കിലോഗ്രാമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും 9.6 കിലോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരമായിരിക്കും. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Now, next question. Assuming fully decomposed, the volume of CO2. നോക്കൂ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് വോളിയം കണ്ടുപിടിക്കാം, വെയിറ്റ് കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നോക്കൂ, assuming fully decomposed, the volume of carbon dioxide released at STP on heating എന്താണ്? ബേരിയം കാർബണേറ്റ്. നോക്കൂ, ബേരിയം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ മിക്കവാറും നിങ്ങൾക്ക് തന്നിരിക്കും, ഇപ്പം ഞാൻ തന്നിട്ടില്ല. BaO + CO2 എന്ന് നിങ്ങൾക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കൂ, ബേരിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ എക്സാമിലും നിങ്ങൾക്ക് അറ്റോമിക് വെയിറ്റ് ഒക്കെ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ബേരിയം കാർബണേറ്റിൻ്റെ അറ്റോമിക് മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 197 ആണ്. 137 പ്ലസ് എന്താണ് 12 പ്ലസ് 48 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്ത് വരും? 197 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ഗിവൺ ഫസ്റ്റ് തിങ് ഓക്കെ ആണ് അല്ലേ, ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്? കൺവേർട്ട് ഗിവൺ ഇൻഫർമേഷൻ ടു മോൾസ് ആണ് അല്ലേ. മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് BaCO3. യെസ്, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് BaCO3 എന്ത് വരും? യെസ്, 198.5 അല്ലേ, ഡിവൈഡഡ് ബൈ 197 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്തായിരിക്കും? സോ ബേസിക്കലി ഇത് എന്തായിരിക്കും? ഹാഫ് മോൾ ആയിരിക്കും അല്ലേ. ഹാഫ് മോളാണ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റും കൂടെ ഒരു സ്റ്റെപ്പിൽ അങ്ങ് എഴുതുകയാണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1/2 എന്ന് എനിക്ക് കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ വോളിയം ഓഫ് CO2 റിലീസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് കിട്ടി, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഹാഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ എന്ത് എന്ന് ചെയ്താൽ മതി? 1. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? ഹാഫ് മോൾ ആണ്. 1 മോൾ ആണെങ്കിൽ വോളിയം എത്രയായിരുന്നു? 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് CO2 എന്താണ്? 11.2 ലിറ്റർ എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്താണ് ആക്ച്വലി, എപ്പോഴാണ് ആക്ച്വലി ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം നമ്മൾ അപ്ലൈ ചെയ്യുക? നോക്കൂ, നിങ്ങൾക്ക് 2 റിയാക്ടന്റ് തന്നിട്ടുണ്ട്. ആ റിയാക്ടന്റിന്റെ 2 റിയാക്ടന്റിന്റെയും വാല്യൂസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതെന്തായിരിക്കും? മിക്കവാറും ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലംസ് ആയിരിക്കും. നോക്കാം നമുക്ക് എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്. സിംപ്ലി പറയുകയാണെങ്കിൽ നോക്കൂ, നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരികയാണ്, നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കണം. കോഫി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടാവും, നിങ്ങളുടെ കിണറിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, n നമ്പർ ഓഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എത്ര കപ്പ് കോഫി ഉണ്ടാക്കണം എന്നുള്ളത് ആരാണ് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുക? കിണറ്റിലെ വെള്ളമാണോ? അല്ല, ഒരിക്കലുമല്ല. ആരാണ്? കോഫി പൗഡർ ആണ് അല്ലേ. കോഫി പൗഡർ ആണ് ഡിറ്റർമൈൻ ചെയ്യുക. കാരണം എന്താണ്? സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ്? ഇവരെന്ത് ചെയ്തും ഫിനിഷ്ഡ് ആയി പോകും, ഇവരെന്ത് ചെയ്യും? തീർന്നു പോകും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എത്ര കപ്പ് കോഫി ഉണ്ടാക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? കോഫി പൗഡർ ആണ്, നോട്ട് ദി വാട്ടർ ഇൻ ദ വെൽ. അതായത് ഇത് എക്സസ് ആണ്. ഇവരെന്താണ്? എക്സസ് ആണ്. ഇവരെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് തീർന്നു പോകുന്ന ആളാണ്. ദിസ് ഈസ് കോൾഡ് വാട്ട്? ലിമിറ്റിംഗ് റിയേജന്റ്. ഇതേപോലെ ദ റിയേജന്റ് which consumed up first. ആദ്യം റിയാക്ഷനിൽ ആര് തീർന്നു പോകുന്നുവോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിച്ചു പോരുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്തു നോക്കാം. ഓക്കെ, നോക്കൂ, കാൽക്കുലേറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ്. ഓർമ്മയുണ്ടല്ലോ, ബാലൻസ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് 2 റിയേജന്റിന്റെയും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. കാരണം നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നോക്കുക, നിങ്ങൾ 2 പേരുടെയും എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നു. അവരിൽ ആരാണോ ചെറിയ വാല്യൂ ആർക്കാണോ കിട്ടിയിരിക്കുന്നത് അവരെന്തായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. സിമ്പിൾ ആണ്. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നേരത്തെ പോലെ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1-2
പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കൂ, when 22.4 liter of hydrogen H2 plus Cl2 gives എന്താണ് 2HCl എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, രണ്ട് റിയേജൻ്റ് ഉണ്ട് അല്ലേ. രണ്ട് റിയേജൻറ്റിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെത്രയാണ്? 22.4 ആണ്. ഇതെത്രയാണ്? 11.2 ആണ്. HCl എത്രത്തോളം ഫോം ചെയ്തിരിക്കുന്നു എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. പറയൂ. ആദ്യമായിട്ട് രണ്ട് വാല്യൂസും തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ത് പ്രോബ്ലംസ് ആയിരിക്കും? LR പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ. LR പ്രോബ്ലംസ്, ലിമിറ്റിംഗ് റിയേജൻറ്റ് പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇതെത്രയാണ്? നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിക്കൂടെ? 22.4 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 1 മോൾ. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ് അല്ലേ. ഇതെന്താണ്? 11.2. അപ്പോൾ എന്തായിരിക്കും? 0.5 മോൾ ആയിരിക്കും അല്ലേ. 0.5 മോൾ ബൈ എന്തായിരിക്കും? 1. ആരാണ് ചെറുത്? 0.5 അല്ലേ ചെറുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ക്ലോറിൻ ആണ് അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരുമായിട്ട് ലിമിറ്റിംഗ് റിയേജന്റിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. നോക്കൂ, 0.5 ബൈ 1 ഇതാരാണ്? നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് എന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് ഇസ് ഈക്വൽ ടു എന്താണോ ഫൈൻഡ് ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ആണ്. നോക്കൂ, ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ അല്ലേ? യെസ്, ഇറ്റ്സ് വെരി സിമ്പിൾ. 1 മോൾ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് HCl ഫോംഡ്? എന്താണ് എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 36.5 ഗ്രാം ആയിരിക്കും. വോളിയം ഓഫ് HCl ഫോംഡ് ആണെങ്കിൽ 22.4 ലിറ്റർ ആണ് അല്ലേ. നിങ്ങൾക്ക് മോളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, 10 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ദാ H2 plus O2 gives എന്താണ്? 2H2O. നോക്കോളൂ, 2H2O plus O2 gives 2H2O. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 10 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ്? 10 ഗ്രാം 64. എഗെയിൻ രണ്ട് വാല്യൂസ് തന്നിരിക്കുകയാണ്. രണ്ട് വാല്യൂസ് തന്നിരിക്കുകയാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ദാ എത്ര മോളായിരിക്കും? 5 മോളായിരിക്കും അല്ലേ. 5 മോളായിരിക്കും. ഇതെത്രയാണ്? 64/32. അങ്ങനെയാണെങ്കിൽ 2 മോളായിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലേ. ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. ഇതെന്താണ്? 1 ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഈ വാല്യൂ എന്ത് വരും? 2.5. ഇതെന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ വാല്യൂ ആരാണ്? ചെറിയ വാല്യൂ ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ഇസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. വല്ല കുഴപ്പമുണ്ടോ കണ്ടുപിടിക്കാൻ? ഒരു കുഴപ്പമില്ല. യെസ്. ഇനി എന്ത് ചെയ്യണം? എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 is equal to number of moles of H2O by stoichiometric coefficient of H2O എന്ന് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O എന്ത് കിട്ടും? യെസ്, യു വിൽ ഗെറ്റ് 4 മോൾസ്. വിത്തിൻ 5 to 10 seconds നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സിമ്പിൾ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. എന്താണ് റിയാക്ഷൻ? ഞാനിവിടെ എടുത്തെഴുതാം. 4NH3 plus 5O2 gives എന്താണ്? 4NO plus 6H2O. ഓൾറൈറ്റ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 1 മോൾ ഓഫ് അമോണിയ എന്താണ്? 1 മോൾ അമോണിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 1 മോൾ എന്താണ്? ഓക്സിജനും റിയാക്ട് ചെയ്യുകയാണ്. ഫുള്ളായിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ രണ്ട് റിയേജന്റിന്റെയും വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതാ 1/4 നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. ഇതെന്തായിരിക്കും? 1/5. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പറയൂ, നിങ്ങൾ പറയൂ, ഏതായിരിക്കും ചെറിയ വാല്യൂ? 1/4 ആണോ 1/5 ആണോ? ഡിനോമിനേറ്റർ വലുതാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ചെറിയ വാല്യൂ ആയിരിക്കും. ദിസ് വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്ഷനിലേക്ക് നോക്കാം. എന്താണ്? എന്തായാലും ലിമിറ്റിംഗ് റിയേജന്റ് എന്തായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം കൺസ്യൂംഡ് അപ്പായി പോകുന്ന റിയേജന്റ് ആണ്. അതായത് ഓൾ ദി ഓക്സിജൻ വിൽ ബി കൺസ്യൂംഡ് എന്നായിരിക്കും നമ്മളുടെ ആൻസർ വരിക. എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓൾ ദ അമോണിയ വിൽ ബി കൺസ്യൂംഡ് തെറ്റായിരിക്കും അല്ലേ. ഇനി വാട്ടർ ആണ് നിങ്ങളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/5 is equal to number of moles of water. എത്രയാണ്? number of moles of water divided by 6. It is not number of moles of water എത്ര വരും? അപ്പോൾ 6/5 വരും. 1നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ് അല്ലേ. ഇനി
1 mole ഓഫ് NO പ്രൊഡ്യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 1/5 ഇസ് ഈക്വൽ ടു NO എത്രയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് NO ഡിവൈഡ് ബൈ 4 ആണ്. ആക്ച്വലി 4/5 എന്ന് വരും അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് NO എന്ത് വരും, 4/5. 1നേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ ഇതും എന്താണ്, തെറ്റാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.